ഹായ്. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ശുക്രൻ എന്ന് പറയുന്ന പടം കാണാനിടയായത്. അപ്പോൾ അതിൻ്റെ ആ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജീമോൻ ജോർജ് ആണ്. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ് രാഹുൽ കല്യാൺ. ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ഉബൈനി. സ്റ്റാറിംഗ് ബിബിൻ ജോർജ്, ഷൈൻ ടോം ചാക്കോ, ചന്തുനാഥ്, കോട്ടയം നസീർ, മാല പാർവതി, അസീസ്, ആദ്യ പ്രസാദ് കുട്ടിയുടെ പേര്, നായികയുടെ പേര്. അപ്പോൾ ഇവരാണ് മുൻനിര താരങ്ങൾ. പടത്തെപ്പറ്റി പറയുകയാണെങ്കിൽ പടം ഒരു ആവറേജ് എന്ന് പറയാൻ പോലും ഇല്ല. ശുക്രൻ അടിച്ചില്ല. ഡയറക്ഷൻ വൈസ് കുഴപ്പമില്ല എന്ന് പറയാം. ഒരു എന്തൊക്കെയോ പോരായ്മകൾ. ബിബിൻ ജോർജിൻ്റെ അഭിനയം ഇടയ്ക്കിടയ്ക്ക് എവിടെയൊക്കെയോ ഓവറാകുന്നുണ്ടോ എന്നൊരു തോന്നൽ. പിന്നെ കഥയ്ക്ക് വേണ്ടാത്ത ഒരു സംഭവങ്ങൾ, സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സ് പറയുകയാണെങ്കിൽ ക്ലൈമാക്സിൽ ആരെന്നു പോലും അറിയാത്ത ഈ ഫാമിലിയായിട്ട്, അല്ലെങ്കിൽ ഈ പടത്തിൽ ഇതുവരെയും കാണിക്കാത്ത, ഈ പടവുമായിട്ട് ഒരു കണക്റ്റും ഇല്ലാത്തൊരു വ്യക്തിയാണ് വില്ലനായിട്ട് കാണിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടെ നന്നായിരുന്നത്, ഈ ബാംഗ്ലൂരുകാരനെന്ന് പറയുമ്പോൾ ഈ നായകന്റെ കൂട്ടുകാരൻ തന്നെ ആ വില്ലൻ കഥാപാത്രം വന്നിരുന്നെങ്കിൽ പടം കുറച്ചുകൂടെ ഒന്ന് നന്നാവുമായിരുന്നു. എനിക്ക് ഫീൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ മിക്കവരും ആ പടം കണ്ടു കാണും. അപ്പോൾ ഒരു മോഷണ ശ്രമം നടത്തുമ്പോഴത്തേക്കും ഇവരുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളെ കാണിക്കുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഇവരുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഒരാളെ അല്ലല്ലോ കാണിക്കേണ്ടത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ കൊടുക്കണം ആദ്യമേ. ആ ഒരു കണക്ഷനും കൊടുക്കാതെ ഇയാളാണ് വില്ലൻ എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു ആവറേജ് പടമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോയി. എന്നാലും ബിബിൻ ജോർജിനെ വെച്ചാണ് കണ്ടത്. ബിബിൻ ജോർജിൻ്റെ പടമല്ലേ എന്ന് കരുതിയാണ് കണ്ടത്. അപ്പോൾ ഞാൻ ഈ പടം കണ്ടതിന് ശേഷം ഈ കമൻ്റൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് ഇഷ്ടപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടില്ല എന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു കമൻറ്റ് കണ്ടപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. ബിബിൻ ജോർജ്, തനിക്ക് ഈ കുറവുകളുണ്ടെന്ന് അറിയാമല്ലോ, പിന്നെ എന്തിനാണ് താങ്കൾ ഈ പടങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്ത് കുറവാണ്? അയാൾ ഈ പടത്തിൽ അഭിനയിച്ചത്, അല്ലെങ്കിൽ പടം മോശമാണെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി. അദ്ദേഹത്തിൻ്റെ കുറവുകൾ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അങ്ങനെ പറയാൻ ആർക്കും അധികാരമില്ല. ഇത് കുറവുള്ളവർക്ക് അഭിനയിക്കാൻ പാടില്ലെന്നുണ്ടോ? അങ്ങനെ ഒരു വ്യക്തിയെ പോലും നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. അത് ആര് തന്നെ ആയിരുന്നാലും ദയവ് ചെയ്ത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ ബിബിൻ ജോർജ് തന്നെയാണ് ഈ അമർ അക്ബർ അന്തോണി, വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും തന്നെയാണ് എഴുതിയത്. അദ്ദേഹത്തിന് കഴിവില്ലാത്തത് കൊണ്ടാണോ? യമണ്ടൻ പ്രേമകഥയിൽ വില്ലൻ വേഷം ചെയ്തു. അയാൾ നല്ല രീതിയിൽ സ്റ്റണ്ട് ചെയ്തു. എന്താ, കഴിവില്ലാത്തത് കൊണ്ടാണോ? കുറവുള്ളത് കൊണ്ടാണോ? ആ പടം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് തോന്നിയിരുന്നോ? ഒരാളെ നിങ്ങൾ ഒരു വൃത്തികെട്ട രീതിക്ക് നിങ്ങൾ തരം താഴ്ത്തരുത്. ആര് തന്നെ ആയിരുന്നാലും. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്, ഒരു കലാകാരനാണ്, ഒരു മിമിക്രിക്കാരനാണ്, ഒരു ഗായകനാണ്, ഒരു എഴുത്തുകാരനാണ്, ഒരു നല്ലൊരു വ്യക്തി കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ ഇങ്ങനെ ഒന്നും പറയാതെ വേറെ, അല്ലെങ്കിൽ നിങ്ങൾ സിനിമ ഇഷ്ടപ്പെട്ടില്ലെന്നോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം മോശമാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. അല്ലാതെ അയാളെ കുറവുകൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അത് ഈ ലോകത്ത് ആരും അങ്ങനെ പറയാനും പാടില്ല, പ്രവർത്തിക്കാനും പാടില്ല. അപ്പോൾ ശരി, ശുക്രൻ എന്ന് പറയുന്ന പടം ശുക്രൻ അടിച്ചില്ല. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഈ ഒരു കാര്യം കൂടെ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ബൈ ബൈ.